ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. മാർക്കറ്റിംഗ് അല്പം പോലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. മാർക്കറ്റിംഗിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനിശ്ചിതാവസ്ഥകളെ അവർ വളരെയധികം ഭയപ്പെടുന്നു. അവയെ അല്പം പോലും ഇഷ്ടപ്പെടുന്നില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കൃത്യതയും അതുപോലെ തന്നെ ഒരു സുനിശ്ചിതത്വവും ഉണ്ടാകണം എന്ന് അവരാഗ്രഹിക്കുന്നു. കൃത്യമായ വരുമാനം, അതുതന്നെ കൃത്യമായ ഇടവേളകളിൽ, അത് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിലും, മാർക്കറ്റിംഗ് ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിലും, എല്ലാ മനുഷ്യരും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വരുമാനത്തിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് മാത്രമല്ല, ഒരു തൊഴിലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത് മാത്രമല്ല, അതല്ലാതെ നിത്യജീവിതത്തിൽ തന്നെ എല്ലാ മനുഷ്യരും മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആശയം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉൽപ്പന്നം, അതിനെ പ്രചരിപ്പിക്കുന്നതാണ് മാർക്കറ്റിംഗ്. അത് പ്രചരിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം ആഗ്രഹിക്കുമ്പോഴാണ് അത് ഒരു തൊഴിലായിട്ട് മാറുന്നത്. എന്നാൽ തൊഴിലല്ലാതെ നടത്തുന്ന മാർക്കറ്റിംഗ് ഉണ്ട്. മനുഷ്യരുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ മനുഷ്യരുടെ വികാര പ്രകടനങ്ങൾ, മനുഷ്യര് സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുഃഖം കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് കരയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ആണ്. മനുഷ്യരുടെ വികാര പ്രകടനങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതല്ല. പക്ഷേ അത്തരം വികാര പ്രകടനങ്ങളിലൂടെ അവര് ഒരു അംഗീകാരം കിട്ടാനാണ് ശ്രമിക്കുന്നത്. അത് മറ്റുള്ളവരുടെ സഹതാപമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കരുതലാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരമാകാം. അപ്പോൾ മാർക്കറ്റിംഗ് എല്ലാവരും നടത്തുന്നുണ്ട്, ചെറിയ കുട്ടികൾ വരെ, അതുപോലെ തന്നെ പ്രായമായവർ, എല്ലാ പ്രായത്തിലുള്ള മനുഷ്യരും മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. പലപ്പോഴും സംസാരം തന്നെ ഒരു മാർക്കറ്റിംഗ് ആണ്. ആ മാർക്കറ്റിംഗിൽ കൂടെ ഒരു പ്രത്യേക, ആ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ആശയം, അത് പ്രചരിപ്പിക്കാനാണ് പലപ്പോഴും ആ വ്യക്തി ശ്രമിക്കുക. അപ്പോൾ അയാളുടെ സംഭാഷണത്തിൽ ആ ആശയം പലപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ആശയം മറ്റുള്ളവർ സ്വീകരിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാൾ പ്രചരിപ്പിക്കുന്നത് ആ ആശയത്തെയാണ്. ഇതുപോലെ പല കാര്യങ്ങളും മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ അവയൊന്നും ഒരു മാർക്കറ്റിംഗ് ഒരു തൊഴിലായി സ്വീകരിക്കാത്ത ഒരു തലത്തിലായതുകൊണ്ട് അതൊന്നും പലപ്പോഴും മനുഷ്യർ അറിയുന്നില്ല. ഇത്തരം മാർക്കറ്റിംഗ് നടത്തുന്നവർ പോലും അത് തങ്ങൾ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് എന്ന് അറിയണമെന്നില്ല. പക്ഷെ അറിയാതെയാണെങ്കിലും മാർക്കറ്റിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.